ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും വളരെ എക്സൈറ്റ്മെൻറ്റോടുകൂടി കാത്തിരിക്കുന്ന ഒരു മത്സരം തന്നെയാണ് ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് നടക്കാൻ പോകുന്ന റയൽ മാഡ്രിഡ് വേഴ്സസ് മാൻ സിറ്റി മത്സരത്തെ കുറിച്ചിട്ടാണ് ഗായ്സ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. റയൽ മാഡ്രിഡിൻ്റെ ആദ്യ 11 പുറത്തുവിട്ടിരിക്കുകയാണ്. ഗോൾ കീപ്പറായി തിബോ കോർട്ടുവ തന്നെയാണ് ഈ ഒരു മത്സരത്തിലും സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യ ലെഗിൽ ഒരു ആവറേജ് പെർഫോമൻസ് മാത്രമായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പ്രൈം ഫോമിലുള്ള ഒരു 100% ഒരു എഫേർട്ട് കോർട്ടുവയുടെ ഭാഗത്തു നിന്നും കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫോർഡിൻ്റെ ഒരു കിടിലം ഷൂട്ടൊക്കെ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ത്രൂ ഔട്ട് അത്ര വലിയൊരു മികച്ച ഒരു പെർഫോമൻസ് ആയിട്ട് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നത്തെ മാച്ചിൽ എന്താകുമെന്ന് കണ്ട് തന്നെ കാത്തിരുന്ന് കാണാം. ലെഫ്റ്റ് വിങ്ങിലേക്ക് വരുന്ന സമയത്ത് ലെഫ്റ്റ് വിങ് ബാക്കായിട്ട് ഫെർലാൻ മെൻഡിയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. വളരെ ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടുള്ളൊരു ഡിസിഷനാണ് കാർലോ എടുത്തിട്ടുള്ളത്. റീസെൻ്റ്ലി കളിച്ച ഒരുപാട് മാച്ചിൽ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ബിലോ ആവറേജ് പെർഫോമൻസ് മാത്രമാണ് മെൻഡിയുടെ പെർഫോമൻസിൽ നിന്നും ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ളത്. അതും ഈ ഒരു ബിഗ് മാച്ചിൽ അഗെയിൻ ഒരു ചാൻസസ് കൊടുക്കേണ്ടായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചിന്തിക്കും വേറെ എന്താണ് ഓപ്ഷൻ, ഗാഷിനെ ട്രൈ ചെയ്യാമായിരുന്നു. ലാലിഗയിൽ കളിച്ച സമയത്തായാലും റീസെൻ്റ്ലി കളിച്ച ഒരു 5 മാച്ച് നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ മെൻഡിയെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അറ്റാക്കിങ്ങിലും ഡിഫെൻസീവ്ലി മെൻഡിയുടെ അത്ര ഒരു റിസൾട്ട് തരുന്നില്ല എങ്കിലും അറ്റാക്കിങ്ങിൽ കുറച്ചുകൂടി എനിക്ക് കമ്പയർ ചെയ്ത് പറയുകയാണ് അൽഫോൺസോ ഡാവിസിൻ്റെയൊക്കെ ആ ഒരു പ്ലേയിങ് സ്റ്റൈലാണ് പുള്ളിയുടെ ആ ഒരു പെർഫോമൻസ് കാണുന്ന സമയത്ത് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ആദ്യ ഹാഫിൽ ഒന്ന് ട്രൈ ചെയ്യാമായിരുന്നു. ഈ ഒരു ഡിസിഷനോടാണ് വളരെയധികം എനിക്ക് ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് പറയാനുള്ളത്. വേറെ പോസിറ്റീവായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ റുഡിഗറിൻ്റെ ആ ഒരു തിരിച്ചുവരവ് ഡിഫെൻസീവിൽ വളരെയധികം കോൺഫിഡൻസ് കൂടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പക്ഷേ റുഡിഗർ ഒരു ഇഞ്ചുറി കഴിഞ്ഞിട്ട് വരുന്ന ഒരു താരമാണ്. അതും ഇഞ്ചുറി കഴിഞ്ഞ ഉടനെ കളിക്കുന്നത് ഇത്രയും ഒരു ബിഗ് ചാമ്പ്യൻസ് ലീഗ് പോലുള്ളൊരു ബിഗ് മാച്ച് മീൻസ് ബിഗ് ടീമുമായിട്ടാണ് കളിക്കാൻ വേണ്ടി പോകുന്നത്. സോ വേറൊരു പോസിറ്റീവായിട്ട് പറയാനുള്ളത് ഹാലൻഡ് ആദ്യ 11 കളിക്കുന്നില്ല എന്നുള്ളതാണ്. സ്ക്വാഡിൽ അവൈലബിൾ ആണ്, പക്ഷേ ആദ്യ സ്റ്റാർട്ടിങ് 11 ഹാലൻഡ് കളിക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ടാണ് നിലവിൽ വന്നിട്ടുള്ളത്. അതെന്തുകൊണ്ടും റുഡിഗറിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഹാലൻഡ് റുഡിഗർ ആ ഒരു കോംബോ എല്ലാവരും വളരെ ത്രില്ലിങ്ങോടുകൂടി കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കോംബോ തന്നെയാണ്. സെക്കൻഡ് ഹാഫിൽ എന്തായാലും ഹാലൻഡ് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. റൗൾ അസെൻസിയോ സെൻറ്റർ ബാക്കായിട്ട് പിന്നീട് കളിക്കുന്ന റൗൾ അസെൻസിയാണ്. റൗൾ അസെൻസിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കിട്ടില്ലം പെർഫോമൻസ് ആണ്. അവസാനം കളിച്ച എത്തിഹാദിൽ പോയിട്ട് ആദ്യ ലെഗിൽ കളിച്ച ഒരു പെർഫോമൻസ് ചെറിയ മിസ്റ്റേക്സ് മാത്രം, അതും അത്ര വലിയൊരു പോയിൻ്റ് ഔട്ട് ചെയ്ത് പറയേണ്ട ഒരു മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. അപ്പോൾ ഈ ഒരു മാച്ചിൽ ചാമ്പ്യൻസ് ലീഗിൽ മാത്രമല്ല ലാലിഗയിലായാലും അതുപോലെ കോപ്പ ഡെൽ റേ മത്സരങ്ങളിലായാലും റൗൾ അസെൻസിയോടെ ആ ഒരു പെർഫോമൻസ് കാണുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ റയൽ മാഡ്രിഡ് ഫാൻസിനും ഒരു മിനി റാമോസിനെ തന്നെയാണ് ആ ഒരു പ്ലേയിങ് സ്റ്റൈലിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അഗ്രസീവ്നെസ്സും ടോട്ടലി ഒരു മിനി റാമോസായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതെന്തുകൊണ്ടും ഈ ഒരു മത്സരത്തിൽ പോസിറ്റീവായിട്ട് തന്നെ ഉണ്ടാകും. റൈറ്റ് വിങ് ബാക്കായിട്ട് ഫെഡെ വാൽവേഡെ തന്നെയാണ് പുള്ളി ഈ ഒരു മത്സരത്തിലും നല്ല പോലെ പണിയെടുക്കേണ്ട ഒരു അവസ്ഥ തന്നെയാണ്. പക്ഷെ കാർലോനെ സംബന്ധിച്ചിട്ട് വേറൊരു ഓപ്ഷൻ ഇല്ല. കാരണം ഒരിക്കലും വാസ്കസ് ഇഞ്ചുറി കഴിഞ്ഞു എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. പക്ഷേ ഇതുപോലൊരു ബിഗ് മാച്ചിൽ റീസെൻ്റ്ലി കളിച്ച ഒരുപാട് മാച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും സിറ്റി പോലെയുള്ള ടീമിനോട് കളിക്കുന്ന സമയത്ത് ഒരിക്കലും ഒരു നല്ലൊരു ഡിസിഷനല്ല വാസ്കസിനെ പ്ലേ ചെയ്യിപ്പിക്കുക എന്നുള്ളത്. ഫെഡെ തന്നെ ആയിരുന്നു ഗുഡ് ഓപ്ഷൻ. പക്ഷേ മിഡ്ഫീൽഡറാണെങ്കിൽ കുറച്ചുകൂടിയും റിസൾട്ട് കിട്ടുമായിരുന്നു. ഇതിപ്പോൾ എല്ലാ ഏരിയയിലും എനിക്ക് ഈ ലൈനപ്പിലേക്ക് വരുന്ന സമയത്ത് ഓവർ പ്രഷർ ഉണ്ടാവുക ഈ ഫെഡയുടെ ആ ഒരു പൊസിഷൻ തന്നെയായിരിക്കും. പുള്ളി മിഡ്ഫീൽഡിലും ഇറങ്ങി കളിക്കണം, അതുപോലെ ഒഫൻസീവിലും ഇറങ്ങി കളിക്കണം, ഡിഫെൻസീവിലും കെയർ ചെയ്ത് കളിക്കണം എന്നുള്ളത് വളരെ പ്രഷർ കൂടിയൊരു
പ്രോബ്ലം തന്നെയാണ്. എന്തായാലും ഈ ഒരു മാച്ചിൽ എന്താവുമെന്ന് നമുക്ക് കാത്തിരിക്കുന്നതാണ്. മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് ഡിഫൻസ് മിഡ്ഫീൽഡറായിട്ട് ചൗമനിയാണ് കളിക്കുന്നത്. പുള്ളിയുടെ പ്രോപ്പർ പൊസിഷനിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ലാസ്റ്റ് കളിച്ച ആ ഒരു മാച്ചിൽ ഉറുഡിഗറിൻ്റെ ആ ഒരു പൊസിഷനിലാണ്, സെൻറ്റർ ബാക്ക് പൊസിഷനിലാണ് ചൗമനി കളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഭേദപ്പെട്ട ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു. പക്ഷേ ഈ ഡിഫൻസ് മിഡ്ഫീൽഡർ പുള്ളി പ്രോപ്പർ പൊസിഷനിലേക്ക് വന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആകും എന്ന് തന്നെയാണ് ഗൈസ് എനിക്ക് പറയാനുള്ളത്. വേറൊരു സെൻറ്റർ മിഡ്ഫീൽഡറായിട്ട് കളിക്കുന്നത് സെബായോസ് ആണ്. പക്ഷേ സെബായോസിനേക്കാൾ കുറച്ചുകൂടി എനിക്ക് മോഡ്രിച്ചിനെ യൂസ് ചെയ്യാമായിരുന്നു. ഒരിക്കലും മോഡ്രിച്ചുമായിട്ട് സെബായോസിനെ കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. സെബായോസ് അത്ര മോശപ്പെട്ട പ്രകടനമൊന്നും ആയിരുന്നില്ല ആദ്യ ലെഗിൽ കളിച്ചിട്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് തന്നെയായിരുന്നു. ആ ഒരു ഫ്രീ കിക്ക് എടുത്തു പറയേണ്ട ആ ഒരു ഫൗളിനെ കുറിച്ച് മാത്രമാണ്, ആ ഒരു പെനാൾട്ടി. പക്ഷെ അതും ആക്സിഡൻ്റലി സംഭവിച്ചതാണ്. അതൊന്നും വലിയ അത്ര ഹൈപ്പ് കൊടുത്ത് പറയേണ്ട ഒരു പ്രശ്നമൊന്നുമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. പക്ഷേ മോഡ്രിച്ചിന് യൂസ് ചെയ്യാമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അറ്റാക്കിങ്ങിലേക്ക് വരുന്ന സമയത്ത് വിനീഷ്യസ് ജൂനിയർ ആദ്യ ലെഗിൽ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു. ആ ഒരു ബാനറൊക്കെ കണ്ടതിന് ശേഷം പുള്ളിക്ക് ഓവർ ആയിട്ടുള്ളൊരു കോൺഫിഡൻസ് വന്നു എന്ന് തന്നെയാണ് ആ ഒരു ഗെയിം പ്ലേയിൽ നിന്നും പേഴ്സണലി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരിക്കലും ഇപ്പോൾ നിലവിൽ സിറ്റിയുടെ ആ ഒരു റൈറ്റ് ബാക്കിൽ കളിക്കുന്ന ഒരു താരത്തിന് ഒരിക്കലും വിനീഷ്യസിനെ ടാക്കിൾ ചെയ്ത് നിർത്താൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത് 100% ഷുവറാണ്. പക്ഷേ പെപ് ഗാർഡിയോളയാണ് എന്തായിരിക്കും, കാരണം വിനീഷ്യസിനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാലേ ബാക്കിയുള്ള മൊത്തത്തിലൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്ന് നല്ലപോലെ ഗാർഡിയോളയ്ക്ക് അറിയാം. സോ വിനീഷ്യസിനെ പൂട്ടാനുള്ള എല്ലാ തന്ത്രങ്ങളും ഈ ഒരു മത്സരത്തിൽ പെപ്പ് പറ്റി നോക്കുമെന്നുള്ളത് ഷുവറായിട്ടുള്ള കാര്യമാണ്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് ജൂഡ് ബെല്ലിംഗാമാണ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോൾ പ്ലേ ചെയ്യുന്നത്. ആദ്യ ലെഗിലേക്ക് വരുന്ന സമയത്ത് ആദ്യ ഹാഫിൽ അത്ര വലിയൊരു ഭേദപ്പെട്ട പെർഫോമൻസ് ആയിരുന്നില്ല. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്താണ് ജൂഡ് നിലവിൽ കളിച്ച ഒരു ഫോമിലേക്ക് വന്നത്. എനിക്ക് തോന്നുന്നു ഓരോരോ മത്സരങ്ങളിൽ പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ടാണ് പുള്ളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രശ്നം തന്നെ ആയിരിക്കാം. ഒരു മാച്ച് വരുന്ന സമയത്ത് LMFൽ കളിക്കുന്നു, അതുപോലെ ഡിഫൻസ് മിഡ്ഫീൽഡർ റോളിൽ കളിക്കുന്നു, അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ കളിക്കുന്നു, സെൻട്രൽ മിഡ്ഫീൽഡർ റോളിൽ കളിക്കുന്നു. ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു പൊസിഷനിലേക്ക് പ്ലേ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു പ്രോബ്ലംസ് വരുന്നത് എന്നാണ് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത്. റൈറ്റ് വിങ് ഫോർവേഡായിട്ട് റോഡ്രിഗോ തന്നെയാണ്. അവസാനം കളിച്ച മാച്ചിൽ ഒരു ആവറേജ് പെർഫോമൻസ് ആയിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ അത്യാവശ്യം കുറച്ച് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെങ്കിലും അഗെയിൻ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്തൊക്കെ വെൽ ലോക്ക്ഡ് ആയിട്ടാണ് എനിക്ക് ത്രൂ ഔട്ട് കാണാൻ വേണ്ടി സാധിച്ചത്. സെൻറ്റർ ഫോർവേഡായിട്ട് കിലിയൻ എംബാപ്പെ നിലവിൽ ഒരിക്കലും സെൻറ്റർ ഫോർവേഡ് കളിക്കുന്ന ആ ഒരു ഫോമിലേക്ക് വന്നിട്ടില്ലെങ്കിലും റയൽ മാഡ്രിഡിൽ വന്ന സമയത്ത് എങ്ങനെയായിരുന്നു എംബാപ്പ, അതിനേക്കാൾ ഫാർ ബെറ്റർ ആയിട്ടാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു മത്സരത്തിൽ സ്കോർ ചെയ്യും എന്ന് തന്നെയാണ് ഗൈസ് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത്. ഒരിക്കലും സിറ്റി ഓവർ കോൺഫിഡൻസ് എന്നോടിപ്പോൾ എത്രയാണ് സാധ്യത എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു 60-40 ചാൻസസ് ആണ്. 60% റയൽ മാഡ്രിഡും ഒരു 40% മാൻ സിറ്റിയുമാണ്. ഒരിക്കലും മാൻ സിറ്റി വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത്, ആദ്യ ലെഗിൽ എത്തിയാതിൽ പോയിട്ട് പ്രോപ്പർ പൊസിഷനിൽ കളിക്കാത്ത താരങ്ങളെ വെച്ചിട്ടാണ് നമ്മൾ വിൻ ചെയ്തിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ ഇന്ന് വെച്ചിട്ട് ഒരിക്കലും ഈ ഒരു മാച്ച് ഈസി ആയിട്ട് വിൻ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ നമ്മുടെ ഹോമിൽ വെച്ചിട്ടാണ് കളി എന്നുള്ളതിൽ വളരെയധികം കോൺഫിഡൻസ് കൂടുതലാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഗൈസ്, എന്താണ് എനിക്ക് ഈ ഒരു മത്സരത്തെക്കുറിച്ച് പറയാനുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.